സമയം എപ്പോഴും മുന്നിലേക്കാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ സമയത്തിന് പിന്നിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? സാധിക്കും എന്ന് തന്നെയാണ് ഉത്തരം. അതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. പുതിയ പരീക്ഷണങ്ങൾ വഴിയാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തൽ നമ്മുടെ റിയാലിറ്റിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. എന്താണ് നെഗറ്റീവ് ടൈം അല്ലെങ്കിൽ നെഗറ്റീവ് സമയം എന്ന് പറയുന്നത്? സമയം പിന്നിലേക്ക് നീങ്ങുന്നതായി തോന്നുന്ന ഒരു സാങ്കല്പിക ആശയമായിരുന്നു ഇത്. എന്നാൽ ഇതിപ്പോൾ ഒരു റിയാലിറ്റിയായി മാറിയിരിക്കുകയാണ്. നെഗറ്റീവ് ടൈമിൻ്റെ കണ്ടെത്തൽ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത ഒന്നായി തുടരുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ക്വാണ്ടം മെക്കാനിക്സ്, സമാന്തര പ്രപഞ്ചങ്ങൾ എന്നിവ പലതും ഉൾപ്പെടുന്നു. അതായത് നമ്മുടെ പ്രപഞ്ചം സമയം മുന്നിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സമാന്തര പ്രപഞ്ചത്തിൽ സമയം പിന്നിലേക്കായിരിക്കും പോയിരിക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിലേക്കായിരിക്കും അവിടെ സമയം നീങ്ങുക. ഇങ്ങനെയുള്ള പല സിദ്ധാന്തങ്ങളും ഇന്നുണ്ട്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ടൈമിന്റെ കണ്ടെത്തലോടുകൂടി ഇപ്പോൾ അങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾക്ക് വളരെയധികം പ്രചാരം ഉണ്ടായി വരികയാണ്. എങ്ങനെയാണ് ഈ പരീക്ഷണം നടന്നതെന്നും അതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ടൊറന്റോ സർവകലാശാലയിലെ ഗവേഷകർ നെഗറ്റീവ് സമയം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസങ്ങളെ പ്രദർശിപ്പിക്കുന്ന വിപ്ലവകരമായ പരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ പരീക്ഷണങ്ങളിൽ ഫോട്ടോണുകൾ ഒരു അൾട്രാ കോൾഡ് ആറ്റവുമായി ഇടപഴകുന്നു. അതിൻ്റെ ഫലമായി ഫോട്ടോണുകൾ ഒരു വസ്തുവിൽ നിന്ന് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് പുറത്തു കടക്കുന്നതായി തോന്നുന്നു. മുമ്പ് ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനായിട്ടാണ് തള്ളിക്കളഞ്ഞ ഒന്നാണ്. എന്നാൽ പിന്നീടുള്ള പഠനങ്ങളിൽ നിന്നാണ് അവർക്കത് മനസ്സിലായത്. ഫോട്ടോണുകളുമായി ആറ്റങ്ങൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ അത് നെഗറ്റീവ് സമയം ചെലവഴിക്കുന്നതായാണ് സംഘം നിരീക്ഷിച്ചത്. ഇത് നെഗറ്റീവ് ടൈമിന്റെ തെളിവായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇത് ശാസ്ത്ര സമൂഹത്തിൽ ആകർഷണീയതയും സംശയവും ഉളവാക്കി. ശാസ്ത്രജ്ഞർക്കിടയിൽ തന്നെ പല തർക്കങ്ങളുമുണ്ട്. ഇത് ക്വാണ്ടം മെക്കാനിക്സിന്റെ സങ്കീർണതയെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് ടൈം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെയാണ് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് നോക്കാം. ഒരു സ്വാഭാവിക തെർമോഡൈനാമിക് പ്രക്രിയയിൽ സംവാദിക്കുന്ന തെർമോഡൈനാമിക് സിസ്റ്റങ്ങളുടെ എൻട്രോപ്പികളുടെ ആകെത്തുക ഒരിക്കലും കുറയില്ല എന്നാണ് തെർമോഡൈനാമിക്സിന്റെ രണ്ടാം നിയമം പറയുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ തണുത്ത ശരീരത്തിൽ നിന്നും ചൂടുള്ള ശരീരത്തിലേക്ക് താപം സ്വയമേ കടന്നു പോകുന്നില്ല എന്നാണ് രണ്ടാം തെർമോഡൈനാമിക്സിന്റെ നിയമം സൂചിപ്പിക്കുന്നത്. അതിനെയാണ് നെഗറ്റീവ് ടൈം ഇപ്പോൾ ഒരു വെല്ലുവിളിയായിരിക്കുന്നത്. എങ്ങനെയാണ് നെഗറ്റീവ് ടൈം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ വെല്ലുവിളിക്കുന്നത്? അതൊന്നും നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എൻട്രോപ്പിയുടെ ആകെത്തുകയിൽ കുറവ് വരുന്നില്ല എന്ന്. അതായത് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ. എന്നാൽ ഈ നെഗറ്റീവ് ടൈം വരുമ്പോൾ ഇതിന് മാറ്റം സംഭവിക്കും എന്നാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. അതായത് നെഗറ്റീവ് സമയം എന്നത് സംഭവങ്ങൾ വിപരീതമായി വികസിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് എൻട്രോപ്പിയിൽ കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനർത്ഥം സിസ്റ്റങ്ങൾ കൂടുതൽ സ്വയമേ ക്രമീകരിക്കുന്നതാകാം എന്നതാണ്. ഒരു സാധാരണ സാഹചര്യം നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. ഒരു മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട് എന്ന് കരുതുക. ഇത് അതിൻ്റെ ഒരു പ്രാരംഭ അവസ്ഥയാണ്, അതായത് ആദ്യത്തെ ഒരു അവസ്ഥയാണ്. ഇനിയുമാണ് സംഭവം നടക്കാൻ പോകുന്നത്. ആ ഗ്ലാസ് താഴെ വീണുന്നു പൊട്ടുന്നു എന്ന് കരുതുക. അവസാനമായി ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് കഷണങ്ങളായി തകർന്ന് തറയിൽ കിടക്കുന്ന ഗ്ലാസ് ആണ്. ഇത് ഒരു നോർമൽ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ നെഗറ്റീവ് ടൈം വരുമ്പോൾ എങ്ങനെയാണ് ഈ സംഭവം മാറുന്നത് എന്നൊന്ന് നോക്കാം. പ്രാരംഭ അവസ്ഥയിൽ അതല്ലെങ്കിൽ ആദ്യത്തെ അവസ്ഥയിൽ ഗ്ലാസ് തകർന്ന് കഷ്ണങ്ങളായി തറയിൽ ചിതറിക്കിടക്കുന്നു. പിന്നീട് സംഭവം നടക്കും. അതായത് ഗ്ലാസ് കഷ്ണങ്ങൾ സ്വയമേ ഒത്തുചേർന്ന് ഒരു പൂർണ്ണ രൂപമായി ഇരിക്കുന്നു. അവസാന അവസ്ഥ എന്ന് പറയുന്നത് ആ ഗ്ലാസ് മേശപ്പുറത്ത് എങ്ങനെയാണോ ഇരുന്നിരുന്നത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഡിഫറൻസ് എന്ന്? ഈ നെഗറ്റീവ് ടൈം വരുമ്പോൾ കാര്യങ്ങളെല്ലാം വിപരീതമായിട്ടായിരിക്കും നടക്കുക. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞത്. ഈ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാ കാര്യങ്ങളും റിവേഴ്സിൽ നടക്കും ഈ നെഗറ്റീവ് ടൈം വന്നു കഴിഞ്ഞാൽ. എന്താണ് നെഗറ്റീവ് ടൈം എന്നും തെർമോഡൈനാമിക്സിനെ അതെങ്ങനെയാണ് വെല്ലുവിളിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. വളരെയധികം നന്ദി.